സിദ്ധാർത്ഥൻ. സ്ഥലം ഏതാ? ഞാൻ സിവിൽ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. 51 സിവിൽ സ്റ്റേഷൻ. കഴിഞ്ഞ തവണ സിവിൽ സ്റ്റേഷൻ ആരാ പിടിച്ചത്? കോൺഗ്രസ് ആണ്. തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര വോട്ടറാണ് കഴിഞ്ഞ തവണ പോയത്? അല്ല, ഞാൻ നിന്നിട്ടില്ല. അല്ലല്ല, ബിജെപിക്ക് പോയത് കഴിഞ്ഞ തവണ. ബിജെപിക്ക് എത്ര? ഞാനൊരു പൊളിറ്റീഷ്യൻ അല്ല, ഞാനൊരു സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായിരുന്നു. ഇത്തവണ മത്സരിക്കുന്നുണ്ട്. ഏതാ മുന്നണി? ഏതാ? NDA ആണ്. NDA മുന്നണി. ബിജെപിയിലില്ലേ? ബിജെപി ഉണ്ട്. ബിജെപി പ്രവർത്തകനാണോ? പ്രവർത്തനാണ്. അതോടൊപ്പം തന്നെ ഞാൻ സേവാഭാരതിയിൽ 5 വർഷം. സിദ്ധാർത്ഥൻ. ഓക്കെ. അപ്പൊ സിവിൽ സ്റ്റേഷൻ തിരിച്ചു പിടിക്കും. സിവിൽ സ്റ്റേഷൻ മത്സരിക്കുന്നത് നമ്മുടെ പ്രസാദ് അല്ലേ? മൂന്നുപേരുണ്ട്. അവർ രണ്ടുപേരും. ഒരു ഭാഗത്ത് ജയദേവ് മാഷല്ലേ, ഒരു ഭാഗത്ത് പ്രസാദ്, പിന്നെ സിദ്ധാർത്ഥൻ. തിരിച്ചു പിടിക്കാനുള്ള ആണ്. ഈ കരുത്തരുടെ ഇടയിൽ കരുത്ത് കാട്ടൂ. തീർച്ചയായിട്ടും ആണ്. എന്താണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്? മോദി ഗവൺമെന്റിന്റെ വികസനമാണ്. കേരളം വികസിക്കണം, തൃശ്ശൂർ വികസിക്കണം. സംസ്ഥാനത്തിന് പൈസ കൊടുത്തില്ലല്ലോ എന്ന് ആരെങ്കിലും വോട്ടർമാർ ചോദിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഇതേപോലെ പ്രചരണം ഉണ്ടല്ലോ? നല്ല പ്രതികരണമാണ് വോട്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ കിട്ടുന്നത്. പിന്നെ മോദിയാണ് നമ്മളുടെ ഒരു ആത്മവിശ്വാസം. തീർച്ചയായിട്ടും. പിന്നെ സുരേഷ് ഗോപി സാർ ഇവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. പുലിക്കളിയുടെ കാശ് കിട്ടിയിട്ടില്ല. തെരച്ചടിയാവൂ പുലിക്കളിയുടെ കാശ്? അതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. കളക്ടറുടെ ഓഫീസിൽ നിന്നാണ് കൊടുക്കുന്നത്. സുരേഷ് ഗോപിയുടെ പോക്കറ്റിൽ നിന്നല്ല പൈസ കൊടുക്കുന്നത്. നേരിട്ട് ഫെഡറൽ സംവിധാനമാണ് ഭാരതത്തിൽ തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി നേരിട്ടല്ല പുലിക്കളി സംഘങ്ങൾക്ക് കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ട് 50,000 പറഞ്ഞു. 50,000 പുലിക്കളി കഴിഞ്ഞ പിറ്റത്തെ മാസം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ആൺകുട്ടി വാക്ക് പറഞ്ഞ ആൺകുട്ടി വാക്ക് പാലിച്ചിരിക്കും. സുരേഷ് ഗോപി തന്നെയാണ് ഈ 1 രൂപ ആകെ 1 ലക്ഷം രൂപയാണ് തഞ്ചാവൂർ കൾച്ചർ സെന്ററിന് കൊടുക്കുന്നത്. പക്ഷെ 3 ലക്ഷം രൂപയാക്കി അതിന്റെ നന്ദി കാണിക്കണം. അതല്ലാതെ കിട്ടിയിട്ടില്ല എന്നല്ല പറയുന്നത്. അത് കളക്ടറെ ഓഫീസിൽ കൊടുത്ത് കളക്ടറേറ്റിൽ നിന്ന് അതാത് പുലിക്കളി സംഘങ്ങൾക്ക് അക്കൗണ്ടിലേക്കാണ് അവർ ട്രാൻസ്ഫർ കിട്ടും. 8 പുലിക്കളി സംഘങ്ങളാണെന്ന് ആദ്യം കൊടുത്ത കണക്ക്. പിന്നെ അത് കളക്ടർ തിരിച്ചു വന്ന് വിളിച്ച് 9 സംഘങ്ങളുടെ കണക്ക് കൃത്യമായിട്ട് കൊടുത്ത് കളക്ടർ തന്നെയാണ് നേരിട്ട് കൊടുത്തത്. നിങ്ങൾ അതിനെന്തെങ്കിലും പുലിക്കളി സംഘങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കളക്ടറുമായി ബന്ധപ്പെട്ട് അടുത്ത പുലിക്കളി വരുമ്പോൾ ഈ കണക്ക് അതിനൊക്കെ മുമ്പൊക്കെ കിട്ടും. അതിന് മുമ്പ് കിട്ടും. അത് 5 ലക്ഷം രൂപയാക്കാന്ന് സുരേഷ് ഗോപി വാക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത വർഷം തൊട്ട് ഇവർക്ക് 1 രൂപ പിരിക്കേണ്ട ആവശ്യം ഉണ്ടാവാറില്ല. സുരേഷ് ഗോപി വാക്ക് പറഞ്ഞ വാക്ക് വലിക്കും. ചേട്ടാ അയ്യന്തോൾ പുലിക്കളി സംഘം ചോദിച്ചാൽ മതി. 50,000 കൊടുത്തിട്ട് ചോദിച്ചാൽ മതി. 50,000 കിട്ടി വെച്ചാൽ ഞാൻ പോകുന്ന ഡിവിഷനിലെ സ്ഥാനാർത്ഥി ബിജെപിയുടെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ 25 വർഷം വേണ്ടി ജയിക്കുന്നത് ബിജെപിയാണ്. പിന്നെന്താ? ഗുജറാത്താണത്. ഗുജറാത്താണ് ബിജെപിയുടെ. തൃശ്ശൂരത്തെ. പിന്നെന്താ? അഭിമാനത്തോടുകൂടി പറയാം. പിന്നെന്താ 25 വർഷം വേണ്ടി ജയിക്കുന്ന ഡിവിഷനാണ്. കഴിഞ്ഞ വർഷം 525 വോട്ടിന് ജയിച്ചു. ബിജെപിയാണ്. ബിജെപി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു. ജനങ്ങൾ ബിജെപിക്കൊപ്പം നിൽക്കുന്നു. അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ചെല്ലുന്ന സമയത്ത് കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണം LDF ആയിരുന്നു. അതെ. അപ്പൊ ഇക്കുറി LDF ബിജെപി പിടിക്കുമോ കോർപ്പറേഷൻ? തീർച്ചയായിട്ടും. ഇവിടെ കിട്ടുന്നത് നിങ്ങൾ ഈ മൈക്കും കൊണ്ട് പോകേണ്ടത് തൃശ്ശൂർ നഗരത്തിലെ ഫ്ളാറ്റുകളിലേക്കാണ്. മോദി ഗവൺമെന്റ് കൊടുത്തത് 600 കോടി രൂപയാണ്. 1.0 2.0 യിലൂടെ 600 കോടി രൂപയാണ് അമൃത് പദ്ധതിയിൽ കൊടുക്കുന്നത്. കുടിവെള്ളം കിട്ടുന്നത് ചെളിവെള്ളമാണോ എന്ന് ചോദിക്കണം പോയിട്ട്. നിങ്ങൾ ചെളിവെള്ളമാണ് കിട്ടുന്നത്. ഫ്ലാറ്റുകളിലെ കള്ളോട്ട് കുറെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടുള്ള ആത്മവിശ്വാസം പറയുന്നത്. ഈ കോർപ്പറേഷൻ അമൃത് പദ്ധതിയിലൂടെ കൊടുത്തിട്ട് കിട്ടുന്നത് ചെളിവെള്ളമാണ്. നിങ്ങൾ ഈ മൈക്കും കൊണ്ട് ഫ്ലാറ്റുകളിൽ പോകും. അപ്പൊ അവര് പറയും നഗരവാസികൾ കിട്ടുന്നത് കള്ളോട്ടൊക്കെ കണ്ടുപിടിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. പിന്നെ ആ ഇതൊന്നും നടപ്പിലാവാൻ പോകുന്നില്ല. അത് കൃത്യമായിട്ട് അരുൺജിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ ചൂറ്റിപ്പോയി. ഹൈഡ്രജൻ ബോംബ് പൊട്ടിപ്പോയി. മനസ്സിലായില്ല? ആതിര നിന്ന ഇതാണ് ഡോക്ടർ ആതിര 1ാം വാർഡ്. ഇപ്പൊ ആതിരനെ അവര് തന്നെ അടുപ്പിക്കണില്ല. അപ്പൊ മനസ്സിലായില്ല. ഞങ്ങളുടെ കൂടെ എല്ലാ ഡിവിഷനിലും വർക്ക് നടക്കുന്നുണ്ട്. പോകുന്നതായിരുന്നു. ജനറൽ ഡിവിഷനായി. മാറ്റിയിട്ടില്ല. അദ്ദേഹം അവർക്ക് വ്യക്തിപരമായിട്ടുള്ള മറ്റേ ജോലിയുടെ കൊണ്ട് അവര് മാറണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു കുഴപ്പമില്ല. പാർട്ടിയിൽ റോഡിന്റെ അവസ്ഥ കോർപ്പറേഷൻ റോഡാണ്. അത് കോർപ്പറേഷനാണ് തയ്യാറാക്കുക. പ്രൊജക്ട് കൊടുത്തിട്ട് മേയറാണ് റോഡ് നന്നാക്കി കൊടുക്കേണ്ട ആള്. കോർപ്പറേഷൻ കൃത്യമായിട്ട് പദ്ധതി കൊടുത്തിട്ടുണ്ട്, പ്രൊജക്ട് കൊടുത്തിട്ടുണ്ട്, പാസ്സാക്കണ്ടേ. ഇപ്പൊ ഹരിഷ് സ്കൂളിന്റെ അവിടുത്തെ മുരുകനഗർ അസോസിയേഷന്റെ റോഡ്, ശ്രീരാമശാസ്ത്രം ലൈൻ റോഡ് എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. വികസനം വരേണ്ടത് കോർപ്പറേഷൻ ബിജെപി ഭരിക്കുമ്പോൾ വികസനം കിട്ടുക. പിന്നെന്താ? ഞാൻ ശ്രീകുമാർ മങ്ങാട്ട് 1ാം ഡിവിഷനില് സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. UDF ആണ്. പിന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഏറ്റവും അധികം വികസനം നടക്കാത്തൊരു ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് 1ാം ഡിവിഷനാണ്.
അത് ഇപ്പോൾ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ദിവസമാണ് ഹരിശ്രീ മുരുകനഗർ റോഡ് വന്ന് ടാർ ചെയ്തത്. ഞങ്ങളത് തടയാത്ത മുമ്പ് പാസ്സായ റോഡ് അറിയാണ്ടിരിക്കാൻ പറ്റുമോ? മുമ്പ് പാസ്സായ റോഡ് അറിയാണ്ടിരിക്കാൻ പറ്റുമോ? ഇത്രയും നാൾ ഇവരുടെ ആവശ്യം എന്താ? ജനങ്ങൾ ബുദ്ധിമുട്ടണം. അപ്പോൾ ഇലക്ഷൻ ആയാലും ജനങ്ങൾ ബുദ്ധിമുട്ടണം എന്നാണ്. അപ്പൊ അതാണ് ചിന്താഗതി. അല്ലാതെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അത് ടാർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കണം, പഠിക്കണം. പിന്നെന്താ 4.25 വർഷം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പെൻഷൻ കൂട്ടി കൊടുത്തു എന്ന് പറയുന്ന ആരോപണം ഉണ്ടല്ലോ. അതേപോലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ടാറുമായിട്ട് വരുന്നത് മോശമല്ലേ എന്നാണ് ചോദ്യം. റോഡ് പാസ്സായിട്ട് കുറച്ചു കാലമായി ടാർ കിട്ടാനില്ല എന്ന് പറയുന്നത്. ടാർ കിട്ടാനില്ല എന്ന് പറയുന്നത് ടാർ പാസ്സാക്കേണ്ടത് അരുൺജി ടാർ കാശ് കൊടുത്ത കടയിൽ നിന്ന് കിട്ടുമോ? അരുൺജി പറഞ്ഞേ കിട്ടുമോ? ടാർ കിട്ടാത്ത പ്രശ്നം മേയറും പറഞ്ഞത്, ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന മേയറും പറഞ്ഞത്, വർഷം പറഞ്ഞത് മേയർ ഫണ്ട് അനുവദിക്കാത്തത് കൊണ്ടാണ് അവിടെ വികസനം നടക്കാത്തതെന്ന്. ഇപ്പൊ പറയുന്നത് ടാർ കിട്ടാത്തതെന്നാണ്. ഈ 4.25 വർഷം ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ച് ടാർ ചെയ്യാതെ ആ ഇലക്ഷന് വീട്ടിൽ ചെല്ലാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആ ദിവസം വന്ന് ടാർ ചെയ്തത് വികസനത്തിന്റെ ഭാഗമാണോ അതിന് വോട്ട് ചോദിക്കാനുള്ള ഒരു തന്ത്രമാണോ എന്ന് അദ്ദേഹം പറയട്ടെ. ഗുജറാത്ത് എന്ന് പറഞ്ഞത് ഇങ്ങനെ ഉദ്ദേശിച്ചാണോ? ഒന്നുമല്ല. കഴിഞ്ഞ 25 വർഷമായിട്ട് ജനങ്ങൾക്കൊപ്പം ബിജെപിക്കൊപ്പം ജനങ്ങൾ നിൽക്കുന്ന കാരണം തന്നെയാണ് വോട്ട്. അവിടെ കരുണാകരൻ ജനിച്ച മണ്ണാണ്. അതുപോലെ പത്മജ വേണുഗോപാൽ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ട്, മുരളീധരൻ ഉണ്ട്, CN ബാലകൃഷ്ണന്റെ സ്ഥലമാണ്. അതുപോലെ തന്നെ ചന്ദ്രമോഹന്റെ സ്ഥലമാണ്. അവിടെ കഴിഞ്ഞ 25 വർഷം ബിജെപി ജയിക്കുന്നു. ഇത്രയധികം കോൺഗ്രസ് ലീഡേഴ്സ് ഇല്ലേ? വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് ഇവര് ചോദിച്ച പോലെ ഈ ഡോക്ടർ ആതിര എവിടെയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ഡോക്ടർ ആതിര ഞങ്ങളുടെ കൂടെ വർക്കിനുണ്ട്, ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ കൂടെ ഡോക്ടർ ആതിരയെ കുറിച്ച് പറയാനില്ല. ഞാനൊരു സ്ത്രീയെ കുറിച്ച് നമ്മളൊന്നും പറയില്ല. അദ്ദേഹം സ്ത്രീയാണ്. എനിക്കിനി എന്തെങ്കിലും വിഷമമുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ 5 വർഷത്തില് മാക്സിമം 3-4 പ്രാവശ്യമാണ് അവിടുത്തെ ജനങ്ങൾ ആ കൗൺസിലറെ കണ്ടിട്ടുള്ളത്. അതിപ്പോ ഞങ്ങൾ പോകുമ്പോ ഇപ്പൊ തന്നെ ഞാൻ ഒരു സിഡ്ബി എന്ന് പറഞ്ഞ ഒരു കോട്ടയാണ് BJPയുടെ ബാലഗോപാൽ എന്ന് പറഞ്ഞ വ്യക്തിയുള്ള സ്ഥലത്ത് ഞാൻ പോയിപ്പോ അവിടുത്തെ ജനങ്ങൾ പറയണത് ഇത്തവണ എന്തായാലും നിങ്ങൾക്ക് ഒരു മാറ്റം പ്രതീക്ഷിക്കാം എന്ന് പറയുന്നു. അതെനിക്കുള്ള ആത്മവിശ്വാസമാണ്, ശുഭാപ്തി വിശ്വാസമാണ്. ആ ശുഭാപ്തി വിശ്വാസമാണ് 1ാം ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയായ എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പടിഞ്ഞാറക്കോട്ട ഉഷാറാണ്. അങ്ങനെ ഓരോ മേഖലകളിലേക്കും ഇലക്ഷൻ ഓൺ വീൽസ് എത്തുകയാണ്. അപ്പോൾ സ്ഥാനാർത്ഥികൾക്കെല്ലാം വിജയാശംസകൾ. ഗംഭീരമായി വിജയിച്ചു വരും. രണ്ടുപേരല്ല, ആരെങ്കിലും ഒരാൾ. ഏറ്റവും നല്ല സുഹൃത്താണ് ഏറ്റവും സൗഹൃദമുള്ള കാര്യം. പേര് മറന്നു. രഘുനാഥ്. നമ്മുടെ പേര് ശ്രീകുമാർ. രണ്ടൊരു തോളക്കൈയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സ്ഥാനാർത്ഥികളാണ്. ഇതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. നേരത്തെ കണ്ടില്ലേ, ലൈബ്രറി അസിസ്റ്റന്റ്, സ്വന്തം വിദ്യാർത്ഥിക്ക് പുസ്തകം എടുത്തു കൊടുത്ത ലൈബ്രറി അസിസ്റ്റന്റ് നമുക്കൊപ്പം ഉണ്ട്. സ്ഥാനാർത്ഥിയുടെ ആധാർ കാർഡ് തയ്യാറാക്കിയ അക്ഷയ സെന്ററിന്റെ ഉടമ നമുക്കൊപ്പം ഉണ്ട്. അങ്ങനെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സൗഹൃദത്തിന്റെ മത്സരം ക്ലാസ്മേറ്റ്സും ആണ്. പ്രസാദും ക്ലാസ്മേറ്റ്സ് ആണ്. ആരായിരുന്നു ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പഠിക്കാൻ? രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. ഭർത്താവ് സ്റ്റുഡന്റുമാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ കൂടിയുണ്ട്.